സമൂഹം നിങ്ങളുടെ ദൈവം രാമനാണോ രാവണനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് രാമൻ അറിയാൻ പാടില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ ലൈക്ക് എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ മാത്രമാണ്. ജയ് ശ്രീരാം വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കൊല്ലാനുള്ള മുദ്രാവാക്യമാണ്. അതുപോലെ തന്നെ രാമൻ ആരാണെന്ന് എനിക്കറിയില്ല. RSS എന്നും എൻ്റെ ശത്രുക്കളുമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഇന്ന് വ്യക്തമായിട്ട് റിപ്പോർട്ടറിന് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ നമ്മുടെ അരുൺകുമാറിനോട് വേടൻ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേട്ടുവൊക്കെ. നിങ്ങളുടെ ദൈവം രാമനാണോ രാവണനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് രാമൻ അറിയാൻ പാടില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ ലൈക്ക് എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ മാത്രമാണ്. ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. എനിക്കതിനെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം ആ അടി വീണാക്കുന്നത് ആദ്യം ദളിതരഞ്ജത്താണെന്നേ. ഈ RSSന്റെ ഈ സവർണ മേധാവിത്വത്തിന്റെ ആദ്യത്തെ ഇപ്പൊ ഒരു പുള്ളിക്കാരെ ഈ അടുത്ത ഇന്റർവ്യൂവിൽ ഒന്ന് പറഞ്ഞു കേട്ടു. കറക്റ്റ് ഒരു ലിംഫാലയുടെ ഒരു പുസ്തകത്തിനെ ഉദ്ധരിച്ചിട്ടാണ് പുള്ളിക്കാരൻ അത് പറയുന്നത്. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ RSSന്റെ ദണ്ഡയുടെ ആദ്യത്തെ അടി വീണിരിക്കുന്നത് ഒരു ഇസ്ലാമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ മേത്തല്ല, അത് ഒരു ദളിതന്റെ മേത്താണ് വീണിരിക്കുന്നത്. അപ്പൊ എനിക്കത് ആ അടിയുടെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ടാവുമല്ലോ. ആ ചേട്ടന് മനസ്സിലാവില്ലല്ലോ, അടി വാങ്ങിയത് ഞാനല്ലേ. അപ്പോൾ എനിക്ക് അതിനെ കുറിച്ച് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അത് ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലർ ഭയക്കുന്നു. ചില ഭീഷണിയൊക്കെ വന്നിരുന്നു കേട്ടു. അത് ഇടക്കിടക്ക് വരുന്നുണ്ട്. യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, പാലക്കാട് വന്ന് അടിക്കും എന്നൊക്കെയാണ്. നമ്മളെ കയറി അടിക്കുന്നുണ്ട്, അതൊന്നും അടിക്കാൻ പോകില്ല. പക്ഷെ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഓ പിന്നെ ഞാനതിൽ എനിക്ക് സന്തോഷമുണ്ട്. കുറച്ച് ആൾക്കാർ ഇതിൽ അസ്വസ്ഥപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം വേടന് ആ ഫയർ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ, അതോ ആ ഫയർ കൂടുകയാണോ ചെയ്യുന്നത്? ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ട് എനിക്ക് വായിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര ഓപ്പൺ ആയി എനിക്ക്. അപ്പൊ ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരിക്കലും തീ കെട്ടുപോകാതിരിക്കാൻ ഞാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ഫയർ വിടാതിരിക്കാൻ തീർച്ചയായിട്ടും. രാഷ്ട്രീയം പറയുന്നത് നിർത്തുകയില്ല. ഐ തിങ്ക് ഐ ആം ദ ചോസൺ വൺ. നിങ്ങൾ കേട്ടല്ലോ അല്ലേ, ഇത്ര സത്യമായിട്ടുള്ള കാര്യമല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ, ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ വേടൻ പറഞ്ഞ പോലെ ജയ് ശ്രീരാം പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൂടെ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജയ് ശ്രീരാം ചില സ്ഥലങ്ങളിൽ വിളിച്ചിട്ടില്ലെങ്കിൽ, അവർ നിങ്ങളോട് ജയ് ശ്രീരാം പറഞ്ഞ് തിരിച്ച് നിങ്ങൾ ജയ് ശ്രീരാം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ അടിക്കും, നിങ്ങളെ തൊഴിക്കും, നിങ്ങളെ കൊല്ലുന്ന നാട് വരെ ആയിട്ടുണ്ട് ഇന്ത്യ. അത് വേടൻ പറഞ്ഞതിൽ ഒരു തെറ്റും പറയാനില്ല. അത് വളരെ സത്യം. നമ്മൾ ഈ സൗത്തിലോട്ട് ജീവിക്കുന്നതുകൊണ്ടും കേരളത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ അതിലെ വിഷം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവാത്തത്. ഇത് ഹിന്ദു ദൈവത്തിൽ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ പറഞ്ഞ കാര്യമല്ല കേട്ടോ. ഇത് തീവ്ര ഹിന്ദുത്വവാദികളുണ്ട്, തീവ്ര ഹിന്ദു ഭീകരവാദികൾ, ടെററിസ്റ്റുകൾ, ഹിന്ദു ടെററിസ്റ്റുകളാണ് ഇതും പറയാൻ നടക്കുന്നത് നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ട് ഒരിക്കലും ഇതൊരു ഹിന്ദു മതത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ശ്രീരാമൻ പറഞ്ഞു കൊടുത്തതോ മര്യാദ പുരുഷോത്തമനായിട്ട് ശ്രീരാമൻ പറഞ്ഞു കൊടുത്തതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മൾ ഇസ്ലാം തീവ്രവാദികളില്ലേ, തീവ്രവാദികൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടും കലിമ ചൊല്ലിയിട്ടൊക്കെ ആൾക്കാരെ കൊല്ലുന്നില്ലേ, അതിൻ്റെ വേറെ പതിപ്പ്. അവിടെ അത് പറഞ്ഞു കൊല്ലുന്നു, ഇവിടെ ഇത് പറഞ്ഞു കൊല്ലുന്നു. നമ്മുടെ കളമശ്ശേരി മാർട്ടിൻ 8 പേരെ കൊന്ന് ഓർമ്മയില്ലേ ബോംബ് വെച്ചിട്ട്? അതും മതത്തിൻ്റെ പേരിലായിരുന്നു. ഹല്ലേലൂയ പുള്ളി വിചാരിച്ച പോലത്തെ ഹല്ലേലൂയ പാടാത്തതിൻ്റെ പേരിലായിരുന്നു പുള്ളി അവിടെ കൊന്നിരുന്നത്. അങ്ങനെ എല്ലാ മതത്തിലും തീവ്രത കൂടിക്കഴിഞ്ഞാൽ അപ്പം ഈ പറഞ്ഞ ശ്രീരാമൻ്റെ പേരിലും കലിമയുടെ പേരിലും ഹല്ലേലൂയയുടെ പേരിലൊക്കെ ആൾക്കാരെ കൊല്ലും. അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ പാടിയതാണ് വേടൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ തീവ്ര സംഘിവാദികൾക്ക് സംഘിവാണങ്ങൾക്ക് വേടന് ഇത്ര ദേഷ്യം. അല്ലാണ്ട് വേടൻ്റെ കയ്യിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവ് പിടിച്ച് ആ കേസുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അകത്തെ ധാർമ്മികത പുറത്തോട്ട് ചാടിയിട്ട് സംഘികൾ വന്ന് കുരയ്ക്കുന്നതല്ലത്. തീവ്ര സംഘികൾക്ക് അവരെ കുറ്റം പറഞ്ഞതുകൊണ്ട് രാജ്യം ഭരിക്കുന്നവൻ വാളെടുത്തു എന്നുള്ള കാരണം കൊണ്ട്, അതല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന ഈ അരാജക അവസ്ഥകൾ കണ്ടിട്ടാണ് വേടനെന്ന് പാടിയതും. അത് കണ്ടിട്ടാണ് വേടനോട് ഇത്ര ദേഷ്യം ഇവർക്ക്. അതല്ലാണ്ട് ഇവരുടെ ഉള്ളിലെ നന്മ തുളുമ്പിയിട്ടല്ല. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഇന്നിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സത്യം പറഞ്ഞാൽ വേടനെ ഇത്രയും ബൂസ്റ്റ് കൊടുത്തത്, അതായത് ഒരു വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ ജെൻസി പിള്ളേരുടെ ഇടയിലും അതല്ലെങ്കിൽ കുറച്ചൊക്കെ റാപ്പ് സംഗീതം ഇഷ്ടപ്പെടുന്ന മലയാളം റാപ്പ് സംഗീതങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഇടയിലും മറ്റ് കോളേജ് ആ ഒരു ടീനേജ് അല്ലെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് മാത്രം ഫേമസ് ആയിരുന്ന വേടനെ കേരളം മൊത്തം നമ്മുടെ ഭരണ ലെവലിൽ നിന്ന് വരെ അങ്ങ് താഴെക്കെട്ടിൽ വരെ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും എല്ലാ വയസ്സിലുള്ള ആൾക്കാർ വേടനെ പറ്റി അറിഞ്ഞു, വേടൻ്റെ പാട്ടുകൾ കേട്ടു. ഒക്കെ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ സംഘിവാദികൾ ഇമാതിരി ചന്തി പുള്ളി പുറത്തോട്ട് ചാടിയത് കൊണ്ടാണ്. നമ്മുടെ ശശികല കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വേടനം എനിക്ക് റാപ്പ് എന്ന് പറഞ്ഞ സംഭവം ഒന്നും അറിയില്ല, എന്തൊക്കെയാണ് പാടുന്നത്, എന്തൊക്കെ വരികളുള്ളതെന്ന്. ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ കൊടുങ്ങല്ലൂർ ഭരടിപ്പാട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ
കേൾക്കാത്തൊന്നുമല്ലല്ലോ നമ്മുടെ ശശികല ടീച്ചറിലെ, അതൊരു തരം റാപ്പാണ്. പക്ഷെ വേടൻ പറഞ്ഞതിനേക്കാളും അത്രയും മലിനമായിട്ടുള്ള വേർഡുകളാണ് അതിൽ പറയുന്നത്. പക്ഷെ അത് ദൈവത്തിൻ്റെ കാര്യമല്ലേ, പറയട്ടെ, പാടട്ടെ, എന്ത് ചെറ്റ തെരുവുകളും അല്ലെങ്കിൽ എന്ത് തെറികളും പാടിക്കോട്ടെ, ദൈവത്തിൻ്റെ ഭാഗം കുഴപ്പമില്ല. വേടനിപ്പുറത്ത് കുറച്ച് നല്ല വാക്കുകൾ നന്നായിട്ട് പറഞ്ഞ സമയത്ത് സംഖ്യയ്ക്ക് പൊള്ളിയത് കൊണ്ടാണ് ഇപ്പം ഈ പറഞ്ഞ ചേച്ചിക്ക്, ഈ പറഞ്ഞ ശശികലക്ക് ഈ പറഞ്ഞ റാപ്പ് എന്താണെന്നും അറിയില്ല, വേടൻ പറഞ്ഞ വേർഡ്സിൻ്റെ കാഠിന്യത്തിനൊക്കെ പറ്റി സംസാരിക്കുന്നത്. എല്ലാ കൊല്ലം ഒന്ന് ഭരണിപ്പാട്ട് കേട്ട് കഴിഞ്ഞാൽ ചേച്ചിയുടെ ഈ വിഷമൊക്കെ മാറിക്കിട്ടും, കാര്യമായിട്ട മാറിക്കിട്ടും. അപ്പം വേടനെതിരെ ചാടിക്കഴിക്കാനുള്ള, ഇവന്മാരുടെ ചാടിക്കളിക്കാനുള്ള ഒരു പ്രത്യേക ചിന്ത വന്നതുകൊണ്ട് തന്നെ, അതുകൊണ്ടൊക്കെ തന്നെയാണ് നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ താടിജിയും അമിട്ടും കൂടെ NCERTൻ്റെ നമ്മുടെ പാഠ്യ പദ്ധതി ഇതെല്ലാം നമ്മുടെ ചരിത്രം എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. മുഗളന്മാരുടെ ചരിത്രവും പണ്ടത്തെ പല ചരിത്രങ്ങളും എടുത്ത് പുതുതായിട്ട് രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് സവർക്കറാണെന്നും നമ്മുടെ വിശ്വപുരുഷൻ, നമ്മുടെ വിശ്വഗുരു മോദിജി ആണെന്നൊക്കെ എഴുതി ചേർത്തിൻ്റെ തിരക്ക് നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ, അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ എത്രാമത്തെ സെമിസ്റ്റർ ആയിരുന്നു, BA മലയാളത്തിൻ്റെ 4th സെമസ്റ്ററിൽ വേടൻ്റെ പാട്ടും മൈക്കിൾ ജാക്സന്റെ പാട്ടും കൂടെ വെച്ചിട്ട് ഒരു കമ്പാരിസൺ സ്റ്റഡി കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ന്യൂസ് ആട്ടത്. പാട്ട് സർവകലാശാലയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയപ്പോൾ അതിനോട് ചേർന്നുള്ളത് എനിക്ക് തോന്നുന്നു just don't care us. They don't really care about us. All I wanna say is that they don't really care about us. ആ പാട്ടാണ്. അപ്പോൾ രണ്ട് റാപ്പ് മ്യൂസിക്കുകൾ അല്ലെങ്കിൽ രണ്ട് മ്യൂസിക്കുകളുടെ താരതമ്യ പഠനമാണ് അവർ പ്രധാനമായിട്ട് സിലബസിൽ ഉന്നയിച്ചിരിക്കുന്നത്. വേടൻ പക്ഷേ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും പോയി പഠിച്ചിട്ടില്ല അല്ലേ? വേടന്റെ പാട്ട് സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ വരുന്നു. അങ്ങനെ വന്നു എന്നറിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് പറയും, നിങ്ങൾ കണ്ടോ, ഒരു ദിവസം ഞാൻ മരിച്ചു പോകുമ്പോഴെങ്കിലും എന്നെ കുറിച്ച് 10ാം ക്ലാസ് പാഠപുസ്തകത്തിലെങ്കിലും പിള്ളേർ പഠിക്കുമെന്ന് പറയാറുണ്ട്. ഞാൻ ഇടയ്ക്ക് വെറുതെ യൂണിവേഴ്സിറ്റിയിലാണ്. അതെ, ഞാൻ വെറുതെ കോമഡി അടിക്കാൻ വേണ്ടി പറയണാണ് പിള്ളേരുടെ അടുത്ത്. അപ്പൊ ഇതേമാതിരി ഇത് ഞാൻ എപ്പോഴും, അതായത് വേടൻ്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറഞ്ഞ പാട്ട് എന്നുള്ള വരികളാണ് എടുത്തിട്ടത്. 5 വർഷം മുമ്പ് ഇറങ്ങിയ പാട്ടാണ് അത്. നമ്മുടെ സംഘികൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് സംഘികൾക്ക് കൊടുക്കണം. ആ പാട്ട് ഇന്ന് ഒരു പാഠ്യ പദ്ധതി അല്ലെങ്കിൽ ഒരു വിഷയമാക്കി എടുത്ത് ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ആക്കി എടുത്തു എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. അതിനും നമ്മുടെ സംഘികൾക്ക് തന്നെ നമ്മൾ കൈയ്യടി കൊടുക്കേണ്ട. അവരുണ്ടായത് കൊണ്ടാണ് അങ്ങനെ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ കൂടെ വേടന് കിട്ടിയത്. ഏതായാലും സംഘികളെ നിങ്ങൾക്ക് വീണ്ടും ഒരു കൈയ്യടി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ, അല്ല ഞാൻ കാര്യം ചെയ്യട്ടെ, എൻ്റെ ഇടക്ക് ചോദിക്കാൻ പറ്റുമോ, നിങ്ങൾ ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എങ്ങാനും ബഹിഷ്കരിക്കുമോ, ബോയ്ക്കോട്ട് അടിക്കുമോ? മിക്കവാറും സംഘികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോയ്ക്കോട്ട് അടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ. കോഴിക്കോട്, മലപ്പുറം, അല്ലെങ്കിൽ തൃശ്ശൂർ, വയനാട്, കണ്ണൂർ, പല ഭാഗത്തും പല കോളേജുകളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്നതാണ്. നിങ്ങൾ ബോയ്ക്കോട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ വല്ല ഭാഗത്തോട്ടൊക്കെ പോകേണ്ടി വരും പഠിക്കാൻ. അല്ല UP-യിൽ പോയിട്ട് ഊതേണ്ട അവസ്ഥ വരെ വരും. അതുകൊണ്ട് ഇമാതിരി ചാടി കളിച്ചിട്ട്, എപ്പോഴും ചാട്ടമാണല്ലോ, എപ്പോഴും ചാടി കളിച്ചിട്ട് ചാടി കയറി നാളെ ബാനറുമായിട്ട് ഇറങ്ങരുത് കേട്ടോ. ബോയ്ക്കോട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നും പറഞ്ഞിട്ട്, അതുകൊണ്ട് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. എന്താണെങ്കിലും വേടൻ ഇത്ര ഫേമസ് ആക്കി തന്നവരും, വേടൻ പറഞ്ഞ പല കാര്യങ്ങളും, പല ചരിത്രങ്ങളും, നിങ്ങൾക്ക് ചരിത്രം ഇല്ലാത്തവരാണ്, നിങ്ങൾക്ക് ചരിത്രം നിങ്ങളായിട്ട് എഴുതുന്നവരാണ്. പക്ഷേ പല പഴയ ചരിത്രങ്ങളും വേടൻ്റെ പാട്ടുകൾ കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയതിലും നിങ്ങൾ വേടനോട് എന്നും കടപ്പെട്ടിരിക്കണം. പിന്നെ വേടൻ നിങ്ങളോടും കടപ്പെട്ടിരിക്കും, വേടനെ ഇത്ര അങ്ങോട്ട് ഫേമസ് ആക്കി കൊടുത്തത് കേട്ടോ.